ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ പ്രഭാതം നമുക്ക് ഏവർക്കും അനുഗ്രഹിച്ച് നൽകിയ സർവേശ്വരനോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സൂം മീറ്റിംഗ് ആരംഭിക്കാം. എൻ്റെ പേര് പുഷറ. എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് താമസിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ഈ മീറ്റിംഗിൽ MC ആകാൻ എനിക്ക് അവസരം തന്ന എൻ്റെ ലീഡർമാരോട് ഞാൻ ആദ്യം തന്നെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. പിന്നെ ഇന്ന് നമ്മുടെ സൂം മീറ്റിംഗിൽ നമ്മളോട് സംസാരിക്കുന്നത് പ്രിയങ്കരനായ ലീഡർ ശ്രീകുമാർ സാറാണ്. ഒരുപാട് ബിസിനസ്സൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ശാരീരികമായിട്ട് കുറെ അധികം പ്രോബ്ലംസ് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. മെഡിക്കൽ സ്റ്റോറൊക്കെ സ്വന്തമായിട്ടുള്ള ഒരു ആളാണ് ശ്രീകുമാർ സാറ്. ബയോട്ടോറിയം പ്രൊഡക്ട്സിനോട് വളരെയേറെ വിരക്തി ഉണ്ടായിരുന്ന, ബയോട്ടോറിയം പ്രൊഡക്റ്റ് വേണ്ട എന്ന കാഴ്ചപ്പാടിൽ നിന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തെ പല പ്രാവശ്യം പോയി കണ്ട് ശല്യം ചെയ്ത് അദ്ദേഹത്തിനെ കൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പ്രേരിപ്പിച്ചു. അദ്ദേഹം പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചു, റിസൾട്ട് കിട്ടി. ഇന്ന് 15 ലക്ഷം രൂപയുടെ കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് സെന്റർ നടത്തുന്ന ഒരു വ്യക്തിയാണ് ശ്രീകുമാർ സാറ്. ഇന്ന് അദ്ദേഹത്തിന്റെ സ്റ്റോക്ക് സെന്ററിൽ ഈ ബയോട്ടോറിയം കമ്പനിയുടെ എല്ലാ പ്രൊഡക്ട്സുകളും ഉണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള എല്ലാ പ്രൊഡക്ട്സ് വെച്ചിട്ടുള്ള പ്രോഗ്രാമുകളും അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹവുമായുള്ള ഇടപാടുകളിൽ നിന്നും നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മുന്നോട്ടുള്ള ജീവിതപാതയിൽ അദ്ദേഹത്തിന് അത് നിലനിർത്തി കൊണ്ടുപോകാനും അതുവഴി ഒരുപാട് ആളുകളെ അദ്ദേഹത്തിലേക്ക് ചേർത്ത് നിർത്താനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്ന വിഷയം ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സിനെ പറ്റിയാണ്. ഇതിൽ അദ്ദേഹത്തിനുള്ള അഗാധമായ അറിവ് നമുക്ക് ബിസിനസ് വളർച്ചയ്ക്ക് വളരെ മുതൽക്കൂട്ടാണ്. ഇന്ന് നമ്മൾക്ക് അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സാറിന്റെ വിലപ്പെട്ട സമയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് ശ്രീകുമാർ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലീസ് വെൽക്കം സാർ. എല്ലാവർക്കും നമസ്കാരം. എന്നെ ബുഷ്ര മാഡം പരിചയപ്പെടുത്തി. ഞാൻ പല പ്രാവശ്യം ഈ മീറ്റിങ്ങിൽ വന്നിട്ടുള്ളതാണ്. ഞാൻ ഇതിനകത്ത് യാദൃച്ഛ്യമായി വന്നതാണ്. ഇങ്ങനെ ഒരു നെറ്റ്വർക്കിൽ ഞാൻ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. കാരണം ഞാൻ ഒരു നെറ്റ്വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ ആമസോണോ ഫ്ലിപ്കാർട്ട് വഴിയോ കിട്ടത്തില്ല. അതാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയ മഹനീയതയും. നമുക്കൊക്കെ ഇതിനകത്ത് ധൈര്യമായിട്ട് വർക്ക് ചെയ്യാന്ന്. ഇപ്പം ഓൺലൈനിലൊക്കെ ആളുകൾ മേടിക്കുന്നു, പക്ഷെ മേടിക്കുന്ന എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പോഴ് എൻ്റെ പേര് ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിലെ ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റ് ആണ്. ഞാനിത് നെഞ്ചോട് ചേർത്ത് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. എനിക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ ഇതിനകത്ത് എന്നെ ആദ്യം രണ്ടുപേരെന്നെ കാണാൻ വന്നു. ഞാനന്ന് കേൾക്കാൻ പോലും നിന്നില്ല. കാരണം അവർ നേരത്തെ വെൽനസ് പ്രോഡക്റ്റുകൾ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് അവർ വന്നപ്പോഴേ അടുത്ത ഉടായ്പുമായി വന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. രണ്ടാമത് വീണ്ടും ഒരു ദിവസം വന്നു. അന്നും ഞാൻ അവരുമായിട്ട് മീറ്റ് ചെയ്തില്ല. ഞാൻ ഉറക്കത്തിലായിരുന്നു. യഥാർത്ഥത്തിൽ ഉറക്കമല്ല, ഉറക്കം നടിച്ച ഉറങ്ങുവാണെന്ന് അമ്മയോട് പറയാൻ പറഞ്ഞു. കാരണം എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. അങ്ങനെ മൂന്നാമത് വീണ്ടും എൻ്റെ ഓഫീസിൽ വന്നു, സംസാരിച്ചു. 2 മണിക്കൂറോളം സംസാരിച്ച് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരികയല്ല, സ്ട്രോക്ക് വരികയല്ല. കാരണം യഥാർത്ഥത്തിൽ ഈ വന്നവർക്ക് ഇതിന് എന്ത് ഗുണം കിട്ടുമെന്നോ എന്ത് റിസൾട്ട് ഉണ്ടെന്നോ ഒന്നും അവർക്ക് അറിയത്ത് പോലുമില്ല. കാരണം ഇത് തുടങ്ങിയതേ ഉള്ളൂ അവര്. കാരണം അവർക്ക് പൈസ സമ്പാദിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ അവർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ ഇതിൽ വന്നത്. അങ്ങനെ വന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ ആലോചിച്ച് ഡിസ്കസ്, എൻ്റെ അടുത്ത് ചോദിച്ചു എന്തോ ഇത്രയും നേരം തടിക്കച്ചവടം വന്നു ഇത്രയും നേരം. ഞാൻ പറയാം അണ്ണാ ഇങ്ങനൊരു സംഭവമായി, എന്നെ അവർ വിടുന്നില്ല, അവരെൻ്റെ പുറയിൽ ഇങ്ങനെ നടക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് അണ്ണൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, എൻ്റെ അടുത്തോട്ട് വിട്, നിങ്ങൾ ഇനി മേലെ ഇയാളുടെ അടുത്ത് വരാത്ത പരിവാക്കി വിടാമെന്നും പറഞ്ഞാണ് അവിടെ വിട്ടത്. അവിടെ ചെന്നൊരു ഡെമോയൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അണ്ണൻ രാത്രി ആയപ്പോൾ എന്നോട് പറഞ്ഞു, ഇതിനകത്ത് എന്തോ ചെറിയ കാര്യമുണ്ട്, ഒന്നും ഇല്ലെന്ന് പറയാൻ നോക്കിയല്ല. നമ്മൾ എത്രയോ പൈസ എന്തിനെല്ലാം കളയുന്നു, ആവശ്യമില്ല. നമുക്ക് 2 പേര് കൂടെ ചേർന്ന് ഒരു പ്രോഡക്റ്റ് മേടിച്ച് 2 പേര് കൂടെ ഉപയോഗിക്കാം, ഒരു സെറ്റ്. അങ്ങനെയാണ് ഞങ്ങൾ 2 പേരുടെ മേടിച്ചത്. അത് മേടിക്കുമ്പോഴെന്ന് പറയുന്നത് ആദ്യം ഒരെണ്ണേ കിട്ടിയുള്ളൂ. അതും ഒരാഴ്ച കഴിഞ്ഞ് പറഞ്ഞപ്പോൾ ഒരു സിംഗിൾ പ്രോഡക്റ്റ് കൊണ്ടുവന്നു. സിംഗിൾ പ്രോഡക്റ്റ് കൊണ്ടുവന്നപ്പോഴത്തേക്ക്
പിന്നെ അത് അണ്ണൻ ഉപയോഗിച്ചു. അണ്ണൻ നേരെ ഗൾഫിൽ കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു, ഡേ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് അല്ല, അതിഗംഭീരമാണ്, ഒരെണ്ണം മേടിച്ച് എൻ്റെ വൈഫിനും കൂടെ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല. അന്നേരം ഞാനിത് മറന്നേ പോയി. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന എൻ്റെ ഗ്രേറ്റ് ലീഡർ ബിനുവിനോട് ഞാൻ പറഞ്ഞു, ബിനു ഇത് 2 എണ്ണം പറഞ്ഞാന്നല്ല, ഒന്നല്ലേ കിട്ടിയുള്ളൂ. അങ്ങനെ ബിനു ഒരെണ്ണം കൂടെ കൊണ്ടുവന്നു. അപ്പൊ അവർക്ക് ഞാൻ റിസൾട്ട് കിട്ടിയെന്ന് പോലും അവരോട് പറഞ്ഞില്ല. ഞാൻ ഈ 2 പ്രാവശ്യവും വീട്ടിൽ ഇവര് വന്നപ്പോഴേ വൈഫ് വേണ്ട എന്നുള്ള ആവശ്യമില്ലാത്ത കളിപ്പീരിലൊന്നും ചെന്ന് ചാടല്ലേ എന്ന് എന്നോട് എടുത്തൊരു വാക്കുകൂടെ പറഞ്ഞു. അതുകൊണ്ട് വൈഫ് ഇഷ്ടപ്പെടില്ല. കാരണം ഞാൻ വന്നത് അങ്ങനെ എനിക്ക് പ്രോഡക്റ്റ് കിട്ടി ഞാൻ വീട്ടിൽ കൊണ്ട് കട്ടിലയിലോട്ട് വിരിക്കുന്ന സമയത്ത് എൻ്റെ വൈഫ് ഇങ്ങനെ വന്ന് ഒന്ന് എത്തി നോക്കിയിട്ട് അങ്ങ് പോയി. പറ്റിപ്പിൽ ചെന്ന് വീണു എന്നുള്ള ഒരു കൺസെപ്റ്റ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മറ്റേതിനകത്ത് എനിക്ക് കുറച്ച് പൈസയൊക്കെ പോയി. കാരണം ഒരുപാട് പേർക്ക് ഞാൻ ഫ്രീ ഒക്കെ എടുത്ത് കൊടുത്ത്, അവസാനം കിട്ടുന്ന സാധനമൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്ത്, എങ്ങനെങ്കിലും കൈ ഇതിന്ന് തീരണമല്ലോ, അങ്ങനെയൊക്കെ കൊടുത്തു. അതുകൊണ്ടാണ് വൈഫിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഞാനിത് ഉപയോഗിച്ചു. എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉപ്പൂറ്റിക്ക് ഈ കുഴിനരമ്പിന്റെ ഭാഗം ഇങ്ങനെ വലിഞ്ഞു വരിക, നല്ലൊരു വേദനയുണ്ടായിരുന്നു. അത് എനിക്കൊരു 3 ദിവസം കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. പക്ഷെ ഇതിന്റെ ആണെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മളത് ഉപയോഗിച്ചു, വെള്ളം കുടിച്ചു, കൃത്യമായിട്ട് കൈ കെട്ടി. ആദ്യമൊക്കെ ഞാൻ ഈ റിസ്റ്റ് ബാൻഡ് ഈ കൈയുടെ ഷർട്ടിന്റെ ഈ അകത്തായിരുന്നു കെട്ടുന്നത്. കാരണം എനിക്ക് നാണക്കേടായിരുന്നു ഈ ആദ്യം കയ്യിലൊക്കെ കെട്ടിക്കൊണ്ട് നടക്കുക. അങ്ങനെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ അത് മാറി. ഇതിന്റെ ആണെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു 7 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് 15 വർഷമായിട്ട് എനിക്ക് അലർജി ആയിരുന്നു പൊടിയുടെ. എനിക്ക് കുടവട്ടൂര് നമ്മുടെ സിനിമയുടെ മുരളിയുടെ വീടിനടുത്ത് എനിക്ക് 1.5 ഏക്കറിനകത്ത് തടിമില്ലൊക്കെ ഉണ്ട്. വലിയ സാമില്ലായിരുന്നു, തടിമില്ല് വലിയ മില്ലായിരുന്നു. പക്ഷെ ഞാൻ 10 വർഷം നടത്തി എനിക്ക് ഒരു തരത്തിലും എനിക്ക് പൊടിയുടെ അലർജി കാരണം മില്ലിലോട്ട് കയറാനൊക്കെ അതായി. പിന്നെ ഞാൻ ഓഫീസൊക്കെ ചെയ്ത് അതിനകത്തൊക്കെ ഇരുന്ന് തുടങ്ങി, എന്നിട്ടും രക്ഷയില്ല. പിന്നെ 2 മാനേജർമാരെ വെച്ചു. പക്ഷെ അവരൊന്നും സത്യസന്ധതയുള്ളവരായിരുന്നില്ല. അന്നേരം നടത്തിക്കൊണ്ടുപോയ ഭീമമായ നഷ്ടം ഉണ്ടാവും. കാരണം ആ രീതിയിലുള്ള വലിയ ബിസിനസ് ആയിരുന്നു. അങ്ങനെ ഞാനത് സ്റ്റോപ്പ് ചെയ്തെങ്കിലും എനിക്ക് ഇതിനോട് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ നെടുവത്തൂര് നമ്മുടെ മെയിൻ റോഡിൽ, കൊല്ലം ചെങ്കോട്ട റോഡിൽ ചില സ്ഥലം മേടിച്ച് അവിടെ മാനുഫാക്ചറിങ് യൂണിറ്റ് മാത്രം ആരംഭിച്ച് ഇപ്പോഴും അതുണ്ട്, നല്ല രീതിയിൽ നടക്കുന്നു. അന്നേരം ഞാൻ ഈ 15 വർഷമായിട്ടുള്ള അലർജി എനിക്ക് 7 ദിവസമായപ്പം എൻ്റെ തുമ്മൽ നിന്നു. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പം എൻ്റെ വീട്ടിലെ അലാറം ഒന്നും വെക്കണ്ട, എൻ്റെ തുമ്മലും തൊണ്ടകറക്കവും കേട്ടാ വീട്ടിൽ എല്ലാവരും ഉണരുന്നത്. ഞാൻ ഹോമിയോ മരുന്ന് കഴിച്ചാലും ഈ പ്ലാവിന്റെ തടിയുടെ പൊടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തുമ്മല. അങ്ങനെ എനിക്ക് 7 ദിവസം കഴിഞ്ഞ് എൻ്റെ തുമ്മൽ നിന്ന് കഴിഞ്ഞപ്പം എൻ്റെ അമ്മയും എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം എനിക്കുള്ള തുമ്മലെന്നൊരു ചെറിയ തുമ്മലല്ല, ഇടയ്ക്ക് വെച്ച് എൻ്റെ വായ്ക്കകത്തൂടെ ബ്ലഡ് വന്നെന്ന് പറഞ്ഞാൽ എനിക്ക് അന്നേരം ഉള്ളിലൊരു മനസ്സിലൊരു പേടിയായി, ഇനി വല്ല ക്യാൻസർ വല്ലതും ആണോ എന്ന് പേടിച്ച് ഞാൻ നേരെ കിംസിൽ പോയി 8,500 രൂപ എടുത്ത് ഒരു ചെക്കപ്പ് നടത്തിയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുമ്പോൾ ഈ തൊണ്ടയിലുള്ള ചെറിയ വെയിനുകൾ പൊട്ടി ബ്ലഡ് വന്നതാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് എനിക്ക് 7 ദിവസമായപ്പോൾ എൻ്റെ തുമ്മൽ നിന്നു. ഇപ്പൊ 2.5 വർഷമായി എൻ്റെ തുമ്മൽ നിന്നു. അത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 2 സെറ്റ് കൂടെ മേടിച്ചിട്ട് എൻ്റെ അമ്മയ്ക്ക് 83 വയസ്സുണ്ട്, അമ്മയ്ക്ക് വെരിക്കോസ് വെയിന്, അണ്ണൻ്റെ വൈഫിനും ചെറിയ വാദസംബന്ധമായിട്ടുള്ള ചെറിയ പ്രശ്നം. പക്ഷെ ചേച്ചിക്ക് റിസൾട്ട് കിട്ടാൻ ഏതാണ്ട് 1.5 മാസം എടുത്തു. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് 3 ദിവസമായപ്പോൾ അമ്മയ്ക്ക് കാലിൻ്റെ പിന്നെ കഴപ്പ് കൂടിയെന്ന് പറഞ്ഞു. കാരണം എന്നും വരുമ്പോൾ അമ്മ ഇങ്ങനെ കാല് എണ്ണയും കുഴമ്പും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുക, എന്നും കഴപ്പ. ഒരു കാല് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്ത, എന്നിട്ട് അമ്മ 2ാമത്തെ കാല് ചങ്ങനാശ്ശേരിയിൽ ഒരു നല്ല ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ അത് സമ്മതിക്കില്ല, കാരണം ആദ്യത്തെ റിസൾട്ട് ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കഴപ്പ് കൂടിയപ്പം അമ്മ പറഞ്ഞിടാ എൻ്റെ കാലിനിപ്പം നേരത്തെ ഉള്ളതിനേക്കാളും കഴപ്പ് കൂടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് സുധീർ സാറിനെ വിളിച്ചു. സുധീർ സാർ പറഞ്ഞു, സാറേ വർഷങ്ങളായിട്ട് ചുരുങ്ങിയിരിക്കുന്ന വെയിനാ, അതിനകത്തോട്ട് ബ്ലഡ് സർക്കുലേഷൻ ചെല്ലുമ്പം ആ ഭാഗം അത് ഇങ്ങനെ തുറക്കുമ്പോൾ ആ ഭാഗങ്ങളിലോട്ട് ഓക്സിജൻ ലെവലിലൂടെ കറക്റ്റായിട്ട് എത്തിയെങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആവും. അങ്ങനെ അമ്മയോട് നല്ല വെള്ളം കുടിക്കാൻ പറഞ്ഞു. ഒരു 3 ദിവസം കൂടെ നല്ല രീതിയിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഹൈ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര വ്യത്യാസമായി. പിന്നെ ഒരു കാര്യം ഉള്ളത്, ഞാൻ അമ്മയ്ക്ക് അന്നൊക്കെ ഈ സെമി ഡീലക്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ 2 വർഷം കഴിഞ്ഞപ്പോൾ അമ്മ ഇടയ്ക്ക് വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കാലിനുള്ള പഴയതുപോലുള്ള കഴപ്പ് പിന്നെയും ചെറുതായിട്ട് വരുന്നല്ലേ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ അമ്മയ്ക്ക് ആ ബെഡ് മാറ്റിയിട്ട് ഞാൻ അമ്മയ്ക്ക് സൂപ്പർ ഡീലക്സ് ഇട്ട് കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മാറി. ഇപ്പം അതും എൻ്റെ ഒരു 6-7 മാസത്തോളമായി. പിന്നെ അമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ശാരീരികമായിട്ട് അസ്വസ്ഥത ഉള്ളവര്
സൂപ്പർ ഡീലക്സോ പ്രീമിയോ ഒക്കെ നമ്മുടെ അസുഖത്തിനനുസരിച്ചും പ്രായത്തിനനുസരിച്ചും ഒക്കെ ഉപയോഗിക്കണം. നമ്മൾ സെമി ഡീലക്സ് പ്രത്യേകിച്ചും രോഗമില്ലാത്തവർക്കും പിള്ളേർക്കും ഒക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. സെമി ഡീലക്സിന് റിസൾട്ട് ഇല്ലെന്നുള്ളതല്ല, നമുക്കെല്ലാം റിസൾട്ട് കിട്ടിയത് സെമി ഡീലക്സ് ഉപയോഗിച്ചാണ്. പക്ഷെ ഞാനും സെമി ഡീലക്സ് ആണ് ഉപയോഗിച്ച് 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാനും അത് സൂപ്പർ ഡീലക്സിലോട്ട് ഞാൻ മാറ്റി. അലർജി എനിക്ക് വന്നിട്ടൊന്നും, പിന്നെ എനിക്ക് അസ്വസ്ഥയൊന്നും വന്നിട്ടില്ല. അങ്ങനെ അത് മാറ്റി. ഞാൻ ഒരുപാട് പേര് എനിക്കുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ എൻ്റെ 1500ഓളം പേരുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ പരിചയമുള്ളത് വേറെ ഗ്രൂപ്പിലുള്ളവർ, ചില ഗ്രൂപ്പുകാരൊക്കെ എന്നെ ഇത് അങ്ങനെ ഇരുന്ന ഗ്രൂപ്പല്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് കമന്റ് ഇട്ടിട്ടുണ്ട്. ഇത് ബയോട്ടോറിയത്തിനുള്ള ഗ്രൂപ്പല്ല, നമ്മുടെ തടിയുടെ ഗ്രൂപ്പാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് അങ്ങ് മാറ്റിയേക്കാം. നിങ്ങളാണല്ലോ എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തത്, നിങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് എന്നെ മാറ്റി. എനിക്ക് കിട്ടിയ അനുഭവങ്ങളും എനിക്കത് നല്ല കാര്യമെന്ന് തോന്നിയ എനിക്കുള്ള ഗ്രൂപ്പുകളിൽ ഞാൻ ഇടും. ഇഷ്ടമില്ലാത്തവർ എന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കിയേക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അതിനുശേഷം അത് ആ ഗ്രൂപ്പിലുള്ളവരൊക്കെ ഇപ്പം വന്ന് നമ്മുടെ ഇത് പ്രോഡക്റ്റ് മേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം 1-2 പേരൊക്കെ മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു, ഇത് നല്ല സാധനമാണ്, ഞാനും മേടിച്ച് ഉപയോഗിച്ചു. അങ്ങനെ പലരും അങ്ങോട്ട് ഇട്ട് തുടങ്ങി. ഞാൻ ഈ പ്രതിബന്ധങ്ങളെ എല്ലാം, കാരണം അടുപ്പമുള്ള ആൾക്കാരൊക്കെ ചിലർ ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ ആ ഗ്രൂപ്പിൽ ഇട്ടപ്പോഴൊക്കെ പറഞ്ഞു. ഞാൻ അന്നേരം ഗ്രൂപ്പിൽ എന്നെ ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ ആളുകൾ ചിലർ ശ്രദ്ധിച്ചു തുടങ്ങി, അതെന്താ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ പ്രോഡക്റ്റ് വന്ന് മേടിക്കും. പ്രത്യേകിച്ചും നമ്മളൊരു പ്രോഡക്റ്റ് കൊടുത്താൽ നമ്മളിൽ ഇല്ലാത്ത ഒരു കുറവാണ് നമ്മുടെ ആളുകൾക്ക് ഇത് മുന്നോട്ട് പോകാനൊക്കാത്തതിൻ്റെ കാരണം ഇതാണ്. നമ്മൾ പുതിയ പുതിയ ആളുകളെ തേടി രോഗികളെ തേടി നമ്മൾ ഇറങ്ങുക. നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് കൊടുത്താൽ അവരെ കൃത്യമായി ഒരു 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ അവർക്ക് എങ്ങനെ ഉണ്ടെന്ന് ഫോളോ അപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് വ്യത്യാസം വരും. ചിലർക്ക് ഒരുപാട് പേര് നമ്മളെ വിളിക്കത്തില്ല, ചിലർ കൊടുത്തിട്ട് ഫോൺ നമ്പർ പോലും കൊടുക്കത്തില്ല. കാരണം അവർക്ക് ഒരു വിവരം പറയാനോ. ഇപ്പൊ ഞാൻ തന്നെ ചെല്ലുന്ന പല വീടുകളിലും മേടിച്ച് റിസൾട്ട് ഉള്ളവരുണ്ട്, റിസൾട്ട് ഇല്ലാത്തവരുണ്ട്, ഇത് മാറ്റി വെച്ചേക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ അവർക്കൊന്നും ശരിയായിട്ടുള്ള ഒരു അവയർനെസ് കിട്ടിയിട്ടില്ല. നമ്മളിപ്പം വീടുകളിൽ ചെന്ന് നമ്മൾ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര സന്തോഷമായിട്ടൊക്കെ പ്രോഡക്റ്റ് മേടിക്കും. യഥാർത്ഥത്തിൽ അവരുടെ മൈൻഡ് സെറ്റ് നമ്മൾ പറയുന്ന ഒന്നും അറിയല്ല. അവർക്ക് ചില വിഷമങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതൊക്കെ ആയിരിക്കും അവർ കേൾക്കുന്നത്. പക്ഷെ അവർ ചെന്നിട്ട് പിറ്റേന്ന് ചെല്ലുമ്പോൾ അവർ തലതിരിഞ്ഞാ ചെയ്യുന്നത്. ചിലപ്പം ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലുമ്പോൾ കുപ്പി 15 മിനിറ്റ് കഴിഞ്ഞ് ഇതിൽ നിന്ന് ഇളക്കി മാറ്റി വെച്ചേക്കുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അന്നേരം നമ്മൾ യഥാർത്ഥത്തിൽ ഒരു 7 ദിവസം കഴിയുമ്പം, ഒരാഴ്ച കഴിയുമ്പോൾ, അല്ലെ 10 ദിവസം കഴിയുമ്പോഴെങ്കിലും നമ്മൾ അവരെ വീണ്ടും പോയി അവരെ ഒന്ന് സന്ദർശിച്ച് അവർ ഉപയോഗിക്കുന്നത് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ വീടുകളിൽ ചെന്ന്, ഞാനാന്നേ വീടുകളിൽ ചെന്ന അച്ഛനും അമ്മയും ഉണ്ട്, ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ പോലും മക്കൾ വിദ്യാഭ്യാസം ഉള്ളവരോ അല്ലെ ഒരു 10ാം ക്ലാസ്സെങ്കിലും കഴിഞ്ഞ പിള്ളേരാണെങ്കിൽ അവരെയും കൂടെ ഒന്ന് വിളിപ്പിച്ച് അവരുടെ അടുത്ത് ഇത് യൂട്യൂബിലൊന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ കൊടുക്കുന്നത്. കാരണം മക്കൾക്കൂടെ ഇത് കൺവിൻസ് ആവണം. ഈ ഒരുപാട് രക്ഷകർത്താക്കള് ഉപയോഗിക്കാൻ മക്കൾ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ പോലും. കാരണം ഇപ്പോൾ ഉള്ള പുതിയ ന്യൂ ജനറേഷൻ നമുക്കറിയാം. ഇപ്പൊ ഈ സൂമിൽ തന്നെ ഒരു 40 വയസ്സിൽ താഴെയുള്ള ആരും കാണാൻ സാധ്യതയില്ല. കാരണം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ നമ്മൾ പറയുന്ന ഒന്നും ഇത് കേൾക്കുന്നത്. എൻ്റെ മക്കൾ ഇത്രയും അനുഭവവും കാര്യം ഉണ്ടെങ്കിലും അവരും ഇപ്പൊ അവരുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു തുടങ്ങി. എൻ്റെ മൂത്തമോൻ ആർക്കിടെക്ട്, ഇളയമോൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വുഡ് ഇൻഡസ്ട്രീസിന്റെ കാര്യങ്ങൾ ഞാൻ അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം എനിക്കിത് ഫുൾ ടൈം ഇത് ഫീൽഡിലോട്ട് ഇറങ്ങാൻ. കാരണം എനിക്കിത് ഫീൽഡിലോട്ട് ഇറങ്ങിയെങ്കിലേ പറ്റൂ. കാരണം എനിക്കുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കാൻ, എന്നെ മീറ്റിങ്ങിന്, ഇപ്പോൾ തമിഴ്നാട്ടിലും ഒക്കെ മീറ്റിങ്ങിന് വിളിക്കുക. എന്നിട്ട് ഞാൻ പോയി കാര്യം സംസാരിക്കും. ഞാൻ ഒരുപാട് പൊടുപ്പും തുമ്പുകളൊന്നുമില്ല. ഞാൻ എൻ്റെ അനുഭവങ്ങൾ സത്യസന്ധമായിട്ട് ആളുകളോട് പറയുക. എൻ്റെ ഒരു രീതി അതാണ്. അന്നേരം എനിക്ക് വേറൊരു കാര്യം, ഇപ്പം തന്നെ നമ്മൾ ഇതിനകത്ത് ഇപ്പൊ എത്ര പേരുണ്ട്, നമ്മൾ ഇത്രയും പേര് ഇതിനകത്തുണ്ട്. ഇത്രയും പേരുണ്ടെങ്കിലും എത്ര പേര് നമ്മളിൽ ഇതിനകത്ത് റിസ്റ്റ് ബാൻഡ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു? 165 പേരുണ്ട്. നമ്മൾ എത്ര പേര് ഇപ്പൊ നമ്മുടെ കയ്യിൽ റിസ്റ്റ് ബാൻഡ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഈ ഫോണിന്റെ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. നമുക്ക് ഇതിനകത്ത് ആത്മാർത്ഥമായിട്ട് ഇതിനകത്ത് കാര്യങ്ങൾ പറയണമെങ്കിൽ നമുക്കിത് 100% നമ്മളിത് എപ്പോഴും ഇത് കൈ കെട്ടണം. അവരാണ് ആക്റ്റീവായിട്ടുള്ള ഇതിനകത്തുള്ള മെമ്പർ. 100% നമ്മുടെ പകൽ ഇത് കൈ കെട്ടണം. ആൾക്കാർ നാണക്കേട്, പലരും കയ്യിലാണ് കെട്ടുന്നത്, പലരും കാലിലാണ് കെട്ടുന്നത്, പലരും ഇത് കെട്ടത്തില്ല. എവിടെങ്കിലും ഫംഗ്ഷന് പോകുന്ന സമയത്ത് ഇത് കയ്യിൽ നിന്ന്, ഫംഗ്ഷന് ചെല്ലുന്ന സമയത്ത് ഇത് ഇളക്കി അങ്ങ് പോക്കറ്റ് ഇടും.
ഇങ്ങനെയുള്ള വ്യക്തികളൊന്നും നമ്മുടെ ഈ ബയോട്ടോറിയത്തിന് വിജയിക്കുന്നവരല്ല എന്ന് ഞാൻ വ്യക്തമായി പറയാം. നമ്മളിത് ചങ്കോട് ചേർത്ത് ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിനകത്ത് വിജയിക്കാൻ പറ്റൂ. ഇത് 100% സത്യസന്ധവും ദൈവീയതയുള്ള പ്രോഡക്റ്റാണ്. അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇപ്പൊ ഞാൻ 2.5 വർഷമായി, എനിക്ക് പോലും ഇതിനകത്ത് ടീം സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 6 മാസം കൊണ്ടോ ഇത് വളർന്നു വരുന്ന ഒരു ബിസിനസ് അല്ല. നമ്മൾ ഇതിനകത്ത് വളരെ ആത്മാർത്ഥമായിട്ട് നിന്ന് നമ്മൾ ആളുകളെ ഇപ്പൊ നമ്മൾ നേരത്തെ നിങ്ങൾ തന്നെ ഓരോരുത്തരും, ഞാൻ ആദ്യം കൊടുത്ത ആൾക്കാരെയൊക്കെ ഇപ്പം വീണ്ടും ഞാൻ സമീപിച്ചു തുടങ്ങി. അന്നേരം ആളുകളോട് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി. കാരണം നമ്മൾ ആളുകളെ ഫോളോ അപ്പ് ചെയ്തെങ്കിൽ മാത്രമേ അവർ വേറെ ആളോട് പറയൂ. ഇപ്പം ഏറ്റവും ആത്മാർത്ഥം ഇപ്പൊ ഞാൻ ഇപ്പൊ രണ്ടാഴ്ച അല്ല, 1 മാസം മുമ്പ് കൊടുത്ത ഒരു പ്രോഡക്റ്റ്, അന്ന് അവർ അനിയത്തിക്ക് വേണം ചേട്ടത്തിക്ക് വേണം എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ അവർ ഒരു അനക്കവും ഇല്ല. ഇപ്പൊ ഞാൻ വീണ്ടും അവരെ ഒന്ന് വിളിച്ച് എങ്ങനെയുണ്ട്, നല്ല വ്യത്യാസമുണ്ട്, എന്നാ പിന്നെ അനിയത്തിക്ക് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഈ ഇച്ചിരൂടെ കഴിയട്ടെ, 1 മാസം കൂടെ കഴിയട്ടെ, എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് പറയാമെന്നും പറഞ്ഞു. രണ്ടാമത് നമ്മൾ ഫോളോ അപ്പ് ചെയ്തപ്പോൾ അവർ അന്നേരം ഓർഡർ ചെയ്തു. അന്നേരം നമ്മൾ ഇത് കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് വളരെ സ്നേഹമായിട്ടും എപ്പോഴും നമ്മൾ അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകൂ. ഇതിപ്പോൾ ആളുകൾ പറന്ന് കിടന്ന് ഇങ്ങനെ ഒരിടത്ത് കൊടുക്കുന്നു, അടുത്തടുത്ത് കൊടുക്കുന്നു, പിന്നെ ആദ്യം കൊടുത്തവരത്ത് തിരക്കത്തില്ല, എങ്ങനെ ഉണ്ടെന്ന് തിരക്കത്തില്ല. അഥവാ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോവുകയല്ല. എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് വലിയ നെഗറ്റീവ് പറഞ്ഞാൽ ഞാൻ അപ്പോഴേ നേരിട്ട് അവർ വീട്ടിൽ പോകും. വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ നോക്കി വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഒന്നുകൂടെ അവർക്ക് ആ മനസ്സിനൊരു കോൺഫിഡൻസ് കൊടുക്കണം. ഇത് നമ്മൾ കൊടുക്കുന്നവരെ ആരെയും അടിച്ചു പിടിച്ച് ഈ പ്രോഡക്റ്റ് കൊടുക്കണം. ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചിലർ വിചാരിക്കും അതെന്താ കൊടുക്കാത്തതെന്ന്. ഞാൻ പറയും, ഇത് കൊടുത്തിട്ട് ഞാൻ പറയും, നിങ്ങൾ ഇത് നോക്കി ഇത് മനസ്സിലാക്കി നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ മക്കളെ കൊണ്ട് യൂട്യൂബിലൊക്കെ നോക്കിച്ച് അത് വ്യക്തമായി നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ വേറെ ആളോട് പറയാവൂ. അല്ലാതെ നിങ്ങൾ ചാടി കയറി പൈസ കിട്ടുമെന്നും പറഞ്ഞ് ആവശ്യമില്ലാത്ത പേര് കളയാൻ വേണ്ടി ചെയ്യരുത്. ഞാൻ ഇതിന്റെ ജില്ലാ ഫ്രാഞ്ചൈസി എടുക്കാനായിട്ട് ബോംബെ പോകുമ്പോൾ എൻ്റെ മൂത്ത മകൻ പറഞ്ഞ, അച്ഛൻ കുറച്ചുകൂടെ കഴിഞ്ഞ് പോരാച്ച, ഇത് എന്തുവെന്നൊക്കെ ഒന്ന് വ്യക്തമായി ഒന്ന് മനസ്സിലാവട്ടെ. കാരണം വേറൊന്നും കൊണ്ടല്ല, കാരണം ഒരു ചീത്ത പേരുണ്ടായ എൻ്റെ മക്കൾക്ക് ചീത്ത പേരുണ്ടാവും. എന്നിട്ട് ഈ ബയോട്ടോറിയത്തിന്റെ ഇതിൽ വന്നിട്ടുള്ള ആൾക്കാരെല്ലാം വളരെ ഈശ്വരാധീനമുള്ള ആൾക്കാരാണ്. പിന്നെ അതായത് നമ്മുടെ ഈ ബയോട്ടോറിയത്തിനകത്ത് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രോഡക്റ്റാണ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റാണ്. ഇത് കൃത്രിമമൊന്നുമല്ല. ഈ നമ്മുടെ ഡോക്ടർ സാഗർ ജോഷി സാറ് ഇതുപോലെ ഒരു പവർഫുൾ ഈശ്വരാധീനമുള്ള, നമ്മൾ ഇത്രയും ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കി തരുന്ന അദ്ദേഹത്തേക്ക് നമ്മൾ ദൈവത്തിന് തുല്യമായിട്ട് കാണേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. നമ്മൾ പറയുന്ന എന്ത് കാര്യങ്ങളും അദ്ദേഹം ഇപ്പം തന്നെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തു തരുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്ത് കാര്യം പറഞ്ഞാൽ പോലും ചെയ്തു തരിക. നമ്മൾ ഈ പ്രോഡക്റ്റ് മേടിച്ച് ഇതിനകത്ത് റിസൾട്ട് കിട്ടാത്ത ഒരാൾ പോലും കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഒരു 4-5 പേര് മാത്രമേ റിസൾട്ട് കിട്ടാത്തുള്ളൂ. നിങ്ങൾ എല്ലാവരോടും ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് വളരെ ഈശ്വരാധീനമുള്ള, നമ്മളെ ജീവിതത്തിൽ നിന്ന് കരകയറ്റാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു നല്ല പ്രോഡക്റ്റും പ്രോജക്റ്റുമാണ്. അന്നേരം ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അത് നമുക്ക് മാത്രമല്ല, നമ്മൾ ആളുകൾക്ക്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് കർമ്മം ചെയ്യുക. നല്ല കർമ്മം ചെയ്താൽ പുണ്യം കിട്ടും. നല്ല കർമ്മം ചെയ്യണം. നമ്മൾ ചെയ്യുന്ന പല കർമ്മങ്ങളും, നല്ലതെന്ന് പറയുന്ന പല കർമ്മങ്ങളും ദൈവത്തിന്റെ മുമ്പിൽ അത് നല്ലതല്ല. നമ്മൾ വിചാരിക്കും നല്ലതാണ് നമ്മൾ ചെയ്യുന്നത്, അത് പല കർമ്മങ്ങളും നല്ലതല്ല. അന്നേരം ഇത് നമുക്ക് ഞാൻ ഇതിനെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇതൊരു നല്ല കർമ്മമായിട്ടാണ്. ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കർമ്മമായിട്ടാണ് ഞാൻ ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നത്. അന്നേരം നല്ല കർമ്മം ചെയ്താൽ പുണ്യം കിട്ടും. പുണ്യം കിട്ടിയ ഭാഗ്യം കിട്ടും. ഭാഗ്യം കിട്ടിയ ദൈവത്തിൽ നിന്ന് എല്ലാം കിട്ടും. എന്നിട്ട് നമുക്കറിയാം, ഓരോ വൈദ്യ കുടുംബങ്ങൾ ഓരോ അറിവ് കിട്ടിയാൽ അത് വേറെ ആർക്കും പകർന്നു കൊടുക്കുകയല്ല. അവരുടെ തലമുറ കഴിയുമ്പോൾ അത് നിൽക്കുക. ആ ചികിത്സ പോലും ഇല്ല. ചികിത്സാ രീതി ആയാലും പല കാര്യങ്ങളായാലും പല അറിവുകളായാലും ഇപ്പം പല എല്ലാ കാര്യങ്ങളും, ഒരു കാര്യം കിട്ടുന്ന വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ അപ്പോഴേ അത് വേറൊരാൾക്ക് പകർന്നു കൊടുക്കും. അതുകൊണ്ട് ദോഷങ്ങൾ ഒരുപാടുണ്ട്. എൻ്റെ മനസ്സിലൊന്നും ഇരിക്കുകയില്ല. ഞാൻ സത്യങ്ങൾ തുറന്നു പറയും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള, എൻ്റെ അനുഭവത്തിൽ ആദ്യമൊക്കെ ചില വിഷമങ്ങൾ സംഭവിച്ചാലും എനിക്ക് അതിനകത്ത് വ്യക്തമായി ഈശ്വരന്റെ കാരുണ്യം, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എനിക്ക് ഈശ്വരന്റെ കാരുണ്യം മതി. എനിക്ക് ആളുകളുടെ
സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ഞാൻ വളരെ പിന്നെ ഒരു പരിധി വരെ ഞാൻ സത്യമായിട്ടാണ് ജീവിക്കുന്നത്. വുഡ് ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ട്. ഞാൻ എല്ലാവരോടും പറയും, ഇപ്പൊ യൂട്യൂബിൽ ഞാനൊരു ആഡ് കൊടുത്തു, 4 ദിവസം കൊണ്ട് 7 ലക്ഷം പേരാണ് എൻ്റെ യൂട്യൂബ് ചാനൽ അതിൻ്റെ ഇത് കണ്ടത്. 7 ലക്ഷം പേര്. പക്ഷെ എനിക്ക് കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും എനിക്ക് പിന്നെ വർക്ക് വരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ബിസിയായി. ആ വർക്ക് വരും. എനിക്ക് അതുകൊണ്ട് ഫീൽഡിലോട്ട് ഇറങ്ങാൻ ഒരു ഇച്ചിരി താമസം. മോനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. മോനും വൈഫും ഉണ്ട് എൻ്റെ കൂടെ. അവർ രണ്ടും കൂടെ പഠിച്ച് അവർ ഓക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ ഇനി ഫുൾ ടൈം ഈ ബയോടൂറിസത്തിന് വേണ്ടി ഇറങ്ങുക. ഇവിടെ നിന്നല്ല, കേരളം എന്നല്ല, തമിഴ്നാട്, എല്ലാ സ്ഥലവും എവിടെ ആൾ വിളിച്ചാലും. അതുപോലെ തന്നെ എനിക്കുള്ള ഒരു, ഇപ്പൊ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ഹലോ പറയൂ സാറേ, കേൾക്കുന്നുണ്ട്. ഇതിനകത്ത് കുത്തി വരയ്ക്കുകയൊക്കെ ചെയ്യുന്നത് അതൊക്കെ ഇത്ര ആളുകൾ വരച്ചോട്ടെ, അത് അവരുടെ സംസ്കാരമാണല്ലോ. ആ അത് ആ കുഴപ്പമില്ല, സാറ് കണ്ടിന്യൂ ചെയ്തോളൂ, ഡോണ്ട് വറി. അന്നേരം നമുക്ക് ഈ പ്രോഡക്റ്റ് അത്രയും സത്യസന്ധമാണ്. അതുപോലെ ഞാൻ കൊടുത്തിട്ടുള്ള പ്രോഡക്റ്റിന് സാറേ, ഞാൻ മനയാന്ന് തിരുവനന്തപുരത്ത് എൻ്റെ ഒരു സഹോദരിയുടെ വീട്ടിൽ പോയതാണ്. അവിടെ ചെന്നപ്പോൾ എന്നെ പിന്നെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ നിന്ന് ഒരു പാർട്ടി വിളിച്ചു. എൻ്റെ പിന്നെ എവിടെയോ ഇത് കണ്ടിട്ട് വിളിച്ചിട്ട് ചോദിച്ചു, സാറേ എൻ്റെ ചേട്ടൻ 3.25 വർഷമായി സ്ട്രോക്ക് വന്ന് കിടക്കുക, അന്നേരം പിന്നെ അത് മാറ്റം വരുമോ എന്ന് പറഞ്ഞു. എൻ്റെ ഏതോ വീഡിയോ കണ്ടതാ. ഞാൻ പറഞ്ഞ് മാറ്റം വരും എന്ന് എനിക്ക് 100% പറയാൻ പറ്റില്ല. എങ്കിലും ഞാൻ കൊടുത്തിട്ടുള്ള 95% പേർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് എനിക്ക് 100% ഒന്നും പറയാൻ പറ്റത്തില്ല, അതൊക്കെ ഓരോ ബോഡിയുടെ. അങ്ങനെ അവര് വൈഫ് സംസാരിച്ചു. അത് കഴിഞ്ഞ് മരുമോള് ഫാർമസിസ്റ്റ് ആണെന്ന് പറയും. അങ്ങനെ ഫാർമസിസ്റ്റ് സംസാരിച്ചു. ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞ ഉടനെ അവര് വരാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ വൈഫും ഉണ്ടായിരുന്നു. ഞാനും വൈഫൂടെ 2-3 ഇങ്ങനെ വർക്കിന് ഒരുമിച്ച് പോയിട്ടുള്ളൂ. അങ്ങനെ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നടക്കുകയൊക്കെ ചെയ്യും. ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. സാധാരണപ്പെട്ട വീട്ടുകാരാണ്. അങ്ങനെ ഞാൻ പിന്നെ കൈ പൊക്കാൻ പറഞ്ഞ് കൈ പൊങ്ങത്തില്ല, ഇത്രേ കൈ പൊങ്ങും. ഞാൻ ഒരു റിസ്റ്റ് ബാൻഡ് എടുത്ത് ഈ കയ്യിലും കെട്ടി, ഒരു റിസ്റ്റ് ബാൻഡ് എടുത്ത് ഇടത് കയ്യിലും കെട്ടി, ഒരു കുപ്പി, ഞാൻ പോകുന്നിടത്തെല്ലാം കുപ്പി കൊണ്ടുപോകും. കാരണം ഞാൻ കുപ്പി മേടിച്ച് വെച്ചിട്ടുണ്ട്. കുപ്പി കൊണ്ടുപോയില്ലെങ്കിൽ ഈ ആളുകൾ വെള്ളം കുടിക്കുകയല്ല, റിസൾട്ട് കിട്ടത്തില്ല. കുപ്പി എടുക്കാമെന്നൊക്കെ പറയും. 4 ദിവസം കഴിഞ്ഞ് വിളിക്കുമ്പോൾ പറയും കുപ്പി കിട്ടിയില്ലെന്ന്. അതുകൊണ്ട് ഞാൻ അതുപോലുള്ള കുപ്പിയും കൊണ്ടാണ് പോകുന്നത്. ഇതുപോലുള്ള ഒരു ചില്ല് കുപ്പിയും കൊണ്ടാണ് ഞാൻ പോകുന്നത്. അന്നേരം കുപ്പിക്കകത്ത് വെള്ളം വെച്ച് വെള്ളമൊക്കെ കൊടുത്ത് കുടിപ്പിച്ചു. ഇത്രേ അവിടെ 2 വീടിന്റെ തടിയുടെ വർക്കുണ്ട്. എനിക്കിപ്പോ ഈ തടിയുടെ ഈ യൂട്യൂബ് ചെയ്തുകൊണ്ട് ഞാൻ അവർക്ക് മൊത്തം ഇതിന്റെ മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ആര് തടി എടുക്കാൻ വരുന്നോ അവർക്ക് എല്ലാവർക്കും ഈ ഒരു ബെഡും കൊടുത്തേ ഞാൻ വിടത്തുള്ളൂ. കാര്യം പറഞ്ഞു കഴിയുമ്പോൾ 90% പേരും മേടിക്കും. അങ്ങനെ പിന്നെ ഇത് പിന്നെ വെള്ളം വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അവിടെ അവരുടെ 2 വീടുണ്ട്. ഒരു വീട് പണി തീർന്നു, അതിന്റെ ജനലിന്റെ ഫ്രെയിമും കതവും എല്ലാം വേണം. പിന്നെ പുതിയ വീട് ഫൗണ്ടേഷനൊക്കെ കെട്ടിയിട്ട് അതൊക്കെ നോക്കാനായിട്ട് മേളിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എങ്ങനെയുണ്ട്, കെട്ടിയിട്ട് വല്ലതും അറിയാനുണ്ടോ? എന്തോ ഒരു ചെറിയ മാറ്റം തോന്നുന്നു. ഞാൻ പറയും കൈ ഒന്ന് പൊക്കിയെന്ന് പറഞ്ഞു. കൈ ഇങ്ങനെ പൊക്കുക സാറേ, കൈ ഇതുപോലെ പൊങ്ങി. ഇതുപോലെ എൻ്റെ വൈഫ് ആദ്യമായിട്ട് കാണുക ഇതുപോലുള്ള റിസൾട്ട്. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ വൈഫ് MA BEd ഒക്കെ കഴിഞ്ഞ് ഫാർമസി ഒക്കെ കഴിഞ്ഞ. അന്നേരം ഈ വൈഫ് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായെങ്കിലേ വൈഫ് എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അന്നേരം വൈഫിനും അത്ഭുതമായി. ഇപ്പൊ വൈഫ് എല്ലാവരും ചേട്ടത്തിയോടും ഒക്കെ ഇന്നലെ പറയുന്നു. അന്നേരം ഇന്നലെ ഒരു ചേട്ടൻ ഇപ്പൊ ഖത്തറിൽ നിന്ന് ഡിഫൻസിലായിരുന്നു. പുള്ളിക്കാരൻ വന്ന് ഇതൊക്കെ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് കൊല്ലത്ത് 2 പേരെ കാണണം, ഞാൻ പറഞ്ഞു വെച്ചേക്കുന്നു. അന്നേരം അങ്ങനെ ഇത് കുറെ ആൾക്കാരെ ഞാൻ സാറേ എലിജിബിലിറ്റി ആക്കി കൊടുക്കും, ക്രൈറ്റീരിയ പൂർത്തിയാക്കി കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് അവർ ചെയ്തോണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അനങ്ങത്തില്ല. കാരണം അവർക്ക് പോലും നമ്മൾ ചെയ്യുന്ന, ഇപ്പൊ ഞാൻ 2 സൈഡിൽ ആളുകളെ ഇങ്ങനെ ചേർത്തിട്ട് അവരെ ക്രൈറ്റീരിയ പൂർത്തി, പിന്നെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പൈസ കിട്ടും. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇപ്പൊ ആളുകൾ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ ഒരു 50 BV ഒക്കെ അടിക്കുമ്പോൾ അവർക്ക് വരുമാനം കിട്ടി തുടങ്ങും. ഞാൻ എൻ്റെ കൂടെ വരുന്നവരെ എല്ലാം ഞാൻ വളരെ ഹെൽപ്പ് ചെയ്യും. എനിക്ക് ഏറ്റവും കൂടുതൽ പാവത്തുങ്ങളോടാണ് ഇഷ്ടം. കാരണം എനിക്ക് കുറെ പാവത്തുങ്ങളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കണമെന്നാണ് എൻ്റെ ഒരു മനസ്സിന്റെ ഒരു ആഗ്രഹം.
കാരണം നമ്മൾ മുഖാന്തരം ഒരുപാട് പേർക്ക് വിഷമം അനുഭവിക്കുന്നവർക്ക് ഈ ബയോടൂറിസത്തിലൂടെ ഈ ഇതിനകത്തൂടെ ഒരു നന്മ ഉണ്ടാവണം. പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ആളുകളോട് ചെന്ന് ഈ ഒരു പ്രോഡക്റ്റ് ഇത്രയും രൂപയുടെ ഒരു കാര്യം പറയുമ്പോൾ അയ്യോ ഭയങ്കര വിലയാന്ന് പറയും. അവരൊക്കെ മാസം കഴിക്കുന്ന മരുന്ന് സാറേ, ഞാനിപ്പം ഒരു പിന്നെ ചവറയിലുള്ള അതിന് വേണ്ടി സാമ്പത്തികമൊന്നും ഉള്ളവരല്ല. അവരെൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് മേടിച്ച് മകൾക്ക് അലർജിക്ക് വേണ്ടി മേടിച്ചതാ. അലർജിക്ക് വേണ്ടി മേടിച്ച എന്നിട്ട് ചെന്നപ്പോ പിന്നെ അമ്മയ്ക്ക് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് അമ്മയ്ക്ക് ലോ പ്രഷറാണ്. 12 വർഷമായിട്ട് രാത്രി കിടക്കാൻ നേരത്ത് ഉപ്പ് വെള്ളം കുടിച്ചിട്ടായിരുന്നു അവർ കിടക്കുന്നത്. ഞാൻ പറഞ്ഞ് പ്രഷർ കുറവാന്ന് ഇടത് കൈ കെട്ടിക്കൊണ്ട് കിടക്കാൻ പറഞ്ഞു. അത് കൈ കെട്ടിക്കൊണ്ട് കിടന്നതിൻ്റെ അന്ന് ഉപ്പ് വെള്ളം കുടിച്ചു. പിറ്റേന്ന് അവർക്ക് രാവിലെ എന്തോ ഒരു അനുഭവം തോന്നി, അന്ന് ഉപ്പ് വെള്ളം കുടിച്ചില്ല. ഇന്നിപ്പോ ഏതാണ്ട് 5 മാസത്തോളമായി അവർ ഉപ്പ് വെള്ളം കുടിച്ചില്ലെന്ന് മാത്രമല്ല, മെനയാന്നല്ല ഒരാഴ്ചയോളമായി എന്നോട് വിളിച്ചു പറഞ്ഞ് ഒരു പ്രോഡക്റ്റ് നമ്മുടെ വേറൊരാൾക്ക് വേണമെന്ന് പറഞ്ഞു. അന്നേരം എന്തെങ്കിലും ഒന്ന് കുറച്ച് തരണമെന്ന് ഞാൻ പറഞ്ഞു, കുറയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അവസാനം അവരുടെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ പിന്നെ ഒരു 500 രൂപ കുറച്ചോളാൻ പറഞ്ഞു. അവരുടെ പേരിൽ തന്നെ ID അടിച്ചു കൊടുക്കുന്നത്. അവർ ഇപ്പം ക്രൈറ്റീരിയ പൂർത്തിയായി അവർക്ക്. അന്നേരം 450 രൂപ അവർക്ക് കിട്ടുകയും ചെയ്തു. 500 രൂപ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട പൈസ എന്നൊരു 500 രൂപ കുറച്ച് കൊടുത്തു അവർക്ക്. അങ്ങനെ അവർക്ക് ഞാനൊരു 3 ദിവസം കഴിഞ്ഞപ്പം വിളിച്ചു പറഞ്ഞ് ആ മേടിച്ച ആളുടെ നമ്പർ എനിക്കൊന്ന് തരണം. കാരണം അവര് ഞാൻ പറഞ്ഞോളായിരിക്കല്ല നിങ്ങൾ പറയുന്നത്, അവര് അങ്ങനെ ആയിരിക്കല്ല ഉൾക്കൊള്ളുന്നത്. അന്ന് പറഞ്ഞു ഇല്ല സാറേ ഞങ്ങൾക്ക് തന്നെ മേടിച്ചേ, അത് ചേട്ടന് വേണ്ടിയാ. ഞാൻ ചോദിച്ച് പിന്നെ അതെന്താ? അത് മോക്കുള്ള മരുന്ന് മേടിക്കുന്ന പൈസ മാറ്റി വെച്ചാ ഇപ്പൊ ഇത് മേടിച്ചെന്ന്. അതായത് മോക്ക് അലർജിക്ക് വേണ്ടി ഒരുപാട് മരുന്ന് മേടിക്കണം, അത് പൂർണ്ണമായിട്ട് മാറി. ഇന്നലെ അവരുടെ ചേട്ടത്തിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ആങ്ങളയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഇങ്ങനെയാണ് ഈ ബിസിനസ് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും വളരെ ശക്തമായി ഇതിനകത്ത് പിന്നെ മുന്നേറുക. അതുപോലെ തന്നെ ഞാൻ കൊടുത്തിട്ടുള്ള ഷുഗർ, പ്രഷർ, സോറിയാസിസ് 20 വർഷം പഴക്കമുള്ള സോറിയാസിസ് മാറി. പൈൽസ് ഒരുപാട് പേർക്ക് മാറിയിട്ടുണ്ട്. വെരിക്കോസിന് പിന്നെ ഹൈ റിസൾട്ടാണ്. അതുപോലെ തന്നെ ഗ്യാസ്, അതുപോലെ തന്നെ ശരീരത്തിലുള്ള നീർക്കെട്ട് മാറാൻ സൂപ്പറാണ്. കാരണം ഈ ഇടയ്ക്ക് ഞാൻ ഒരിടത്തിരുന്ന് കാര്യം ഈ നമ്മുടെ സഹോദരങ്ങളൊക്കെ എല്ലാവർക്കും റിസൾട്ട് ഉണ്ട്. എങ്കിലും എല്ലാവർക്കും വേറെ ആളുകളോടൊക്കെ പറയാൻ വലിയ ഒരു മടിമാതിരി ഉണ്ട്. എൻ്റെ ഒരു സഹോദരി തൈറോയിഡാ, ഒരുപാട് വർഷമായിട്ട് തൈറോയിഡാ. ഈ ഇടയ്ക്ക് അളിയൻ ഞാൻ ഇങ്ങനെ ഓരോരുത്തരുടെ റിസൾട്ട് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അളിയൻ പറയാ, എന്നാ പിന്നെ ഇനി അളിയൻ ഒരാൾക്കുള്ള റിസൾട്ട് കൂടെ പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അറിയാം, എൻ്റെ സഹോദരിക്ക് പിന്നെ തൈറോയിഡ് നോർമലായി ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ നടുവേദന, ഷോൾഡർ പെയിന്, പിന്നെ ഡിസ്ക് കംപ്ലൈന്റ്. ഞാൻ ഒരു സന്യാസിക്ക് കൊടുത്ത് ഡിസ്ക് കംപ്ലൈന്റ്, കുനിഞ്ഞൊരു പ്ലാവില എടുക്കാൻ ഒക്കാത്ത അവസ്ഥയിൽ വന്ന സ്വാമിയാണ്. ഇപ്രാവശ്യം തൃശ്ശൂർ വരെ കാർ ഓടിച്ചു പോയെന്ന് പറഞ്ഞ് സ്വാമി പറഞ്ഞു. സ്വാമിയൊക്കെ എനിക്ക് ഒത്തിരി പേരെ എനിക്ക് റെക്കമെൻഡ് ചെയ്തു തന്നു. അതുപോലെ തന്നെ എല്ലിൻ്റെ ഇടയ്ക്ക് ഗ്യാസ് കയറുന്ന അസുഖം, അതൊക്കെ ഒരാഴ്ച കൊണ്ട് ഈ വെള്ളം കുടിച്ചാൽ തന്നെ മാറുക. ഞാനിപ്പം ചവറയിലുള്ള ഒരു പാർട്ടി എൻ്റെ അടുത്ത് തടിയെടുക്കാൻ വന്നത്. അന്നേരം അവർ ബസ്സിലാണ് വന്നത്. ഞാൻ പറഞ്ഞു സാറേ ഒരു വാട്ടർ എനർജി പാഡ് ഇതിവിടെ കൊടുത്തു വിട്ട് 4 ദിവസം കഴിഞ്ഞപ്പം അവർക്ക് ഭയങ്കര വ്യത്യാസമായി. ഇപ്പം വന്ന് 2 എണ്ണം മേടിച്ചോണ്ട് പോയി. എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്ന സാറേ ഒരു പുള്ളി കടയുണ്ട്, ഒരു പിക്ക സെന്റർ എടുത്ത് ഞാനിത് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നല്ല രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞേക്കുക. എന്നിട്ട് നമ്മളിത് എത്രമാത്രം ഹൃദയം തുറന്ന് ആളുകളോട് പറയും. ഇത് ആളുകൾക്ക് മടിയാ, ആളുകളോട് പറയാൻ പേടിയാ. അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ഒരു പാർട്ടി എടുത്ത് ചെന്ന് പിന്നെ ഒന്ന് പറഞ്ഞ് അവർ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് അവരുടെ അടുത്തോട്ട് ചെല്ലാൻ പേടിയാ. നിങ്ങൾക്കറിയത്തില്ല, നമ്മൾ രണ്ടാമത് ചെല്ലുമ്പോൾ അവർ നമ്മളെ സ്വീകരിക്കുന്നത്. നിങ്ങൾ ഫോൺ വിളിക്കണം, കൊടുത്തിട്ട് നിങ്ങൾ ഒരു 3 ദിവസം കഴിഞ്ഞ് ഫോളോ അപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ അവരുമായിട്ട് ഒരു ആത്മബന്ധം നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെ ചിലർക്ക് റിയാക്ഷൻ, ചിലർ പറയും അയ്യോ നടുവേദന കൂടി, ചിലര് പിന്നെ ലൂസ് മോഷൻ, ചിലർക്ക് ജലദോഷം ഉണ്ടാവും, ചിലർക്ക് ആദ്യം ഒരു ഉറക്കക്കുറവുണ്ടാവും. അന്നേരം ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കി കാര്യങ്ങൾ നേരെയാക്കി എടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള റിയാക്ഷൻ വരുമെന്നൊക്കെ ആദ്യമേ പറയണം. നമ്മൾ അവരുടെ അടുത്ത് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ട് വേണം ഇത് കൊടുക്കാൻ. അല്ലാതെ ചുമ്മാ എങ്ങനെങ്കിലും ഒരു പ്രോഡക്റ്റ് കൊണ്ട് കൊടുത്ത് നമ്മളൊരു ഫാമിലി ബോണസ് മേടിക്കുന്നതിലല്ല കാര്യം. അതുപോലെ നമ്മൾ ഈ രോഗികളെ കാണുന്നതിന് പകരം നമ്മളെല്ലാവരും ഇനി ഫീൽഡിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരുപാട് നെറ്റ്വർക്ക് ചെയ്ത് കുഴഞ്ഞു നിൽക്കുന്ന, ഇത് കേൾക്കുമ്പം തന്നെ പേടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വീട്ടിലോട്ടൊക്കെ ചെന്ന് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടിക്കും. ഇതിന്റെ ഒരു അവയർനെസ്, ഇതിന്റെ ഒരു ശരിയായ രീതിയിൽ ഭാര്യയും ഭർത്താവും മക്കളോട് ഇരിക്കുമ്പം ആദ്യം ഞാൻ ചെല്ലുന്നിടത്തെല്ലാം ബിസിനസ് പറഞ്ഞിട്ടേ പോകും. കാരണം എനിക്ക് ചിലപ്പോൾ രണ്ടാമത് ചിലപ്പോൾ അവിടെ ഇപ്പം എന്നെ ആരെങ്കിലും വിളിച്ചു പോകുന്നതായിരിക്കും. അന്നേരം ചിലർ പറയും സാറേ ബിസിനസ് ഒന്നും പറയണ്ട, അവർക്ക് പിന്നെ ആവശ്യം പോലെ പൈസ ഉള്ളവരാ. സാറേ പൈസ ഉള്ളവർക്ക്
ഒരുപാട് പേർക്ക് പൈസ ഉണ്ടാവണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് ബിസിനസ് അതിന്റെ ചെറിയ നിങ്ങൾ ആദ്യം ഉപയോഗിക്കുക, റിസൾട്ട് കിട്ടുക. നിങ്ങൾ റിസൾട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം വേറെ ആളുകളോട് റെക്കമെൻഡ് ചെയ്യുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരും. എൻ്റെ കൂടെ നല്ല പൈസ പാർട്ടികളും വർക്ക് ചെയ്യുന്നുണ്ട്. ഡോക്ടർ വരെ പറയുന്നുണ്ട്. അന്നേരം ഇത് അങ്ങനെയുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ മോർ പവർ ഞാൻ ഉപയോഗിച്ചതാണ്. മോർ പവറൊക്കെ ഹൈ റിസൾട്ടാണ്. അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ചതാണ്. ഞാൻ ഒരു വെട്ടിക്കളയണമെന്ന് പറഞ്ഞ ഒരു പ്ലാവിന് ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് അതിനകത്ത് ഇപ്രാവശ്യം 4 ചക്ക കിട്ടി. 4 ചക്ക കിട്ടിയെന്ന് മാത്രമല്ല, ആ ചക്ക സത്യം പറയാൻ വെട്ടിക്കളഞ്ഞായിരുന്നെങ്കിൽ അതൊരു ചക്ക തിന്നു കഴിഞ്ഞാൽ അതിന്റെ പഴുത്ത് 15 ദിവസം കഴിഞ്ഞ് ആ ചക്ക പഴുക്കത്തുള്ളൂ. അതൊരു വല്ലാത്ത സംഭവം. 2 ചക്ക നല്ലതല്ല. ഒരെണ്ണം വെട്ടി ഞാൻ ഒരു 3-4 പേർക്ക് അത് വീതിച്ചു കൊടുത്തു. ഇപ്പൊ ഒരെണ്ണം ഞാൻ അടച്ച് ഇട്ടേക്കുക. ഭയങ്കര ടേസ്റ്റ്. ആ ചക്ക തിന്ന നമ്മള് ഇപ്പൊ ഞാൻ ഒരു 10-15 ദിവസമായി ഉപയോഗിച്ചിട്ട് ഇപ്പോഴും അതിന്റെ ടേസ്റ്റ് മാറിയിട്ടില്ല. അത്ര രീതിയിൽ ടേസ്റ്റ് ഉള്ള ഒരു പ്ലാവായിരുന്നു. അത് വെട്ടിക്കളഞ്ഞായിരുന്നു വളരെ കഷ്ടമായി പോയേനെ. കാരണം അത്രയും നല്ലൊരു റിസൾട്ട് എനിക്ക് ആ അഗ്രികൾച്ചർ പ്രോഡക്റ്റിൽ നിന്ന് കിട്ടി. പിന്നെ ഈ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഒക്കെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി നമ്മൾ പച്ചക്കറി കൃഷിയൊക്കെ അത് ചെയ്താൽ ഭയങ്കര റിസൾട്ടാണ്. നമുക്ക് വിഷാംശം ഇല്ലാത്ത പച്ചക്കറി ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ അൾട്രാബെറി വളരെ നല്ല. എൻ്റെ അച്ഛന് 92 വയസ്സുണ്ട്. അച്ഛൻ ഇപ്പോഴും അയ്യത്തൊക്കെ പോയി പിന്നെ ചീനിക്ക് വരെ ചെയ്യും. അത് നല്ല ആരോഗ്യവാനാണ്. അച്ഛൻ ഇടയ്ക്ക് വെച്ചൊന്ന് ഡൗൺ ആയി. ഞാൻ ഈ അൾട്രാബെറി കൊടുത്തു. അച്ഛനും അമ്മയ്ക്കും കൂടെ 2 പേരോട് ഉപയോഗിക്കാൻ പറഞ്ഞു. പക്ഷെ അമ്മ ഇതിന്റെ വില നോക്കിയപ്പോൾ 3000 ഇഷ്ടം രൂപ MRP കണ്ടപ്പോൾ അമ്മ കഴിക്കുകയില്ല. അമ്മ പറയാം ഇത്രയും കൂടിയതിന്റെ ഒന്നും വേണ്ട എന്നും പറഞ്ഞ് അമ്മ അത് ഒരു നേരം കണ്ടേ കഴിച്ചോളൂ. അച്ഛനാണെങ്കിൽ അത് കഴിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ വളരെ ഉഷാറായി. ഇപ്പൊ നല്ല ആരോഗ്യവാനാണ്. 92 വയസ്സുണ്ട്. അന്നേരം അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ നമുക്ക് എൻ്റെ കയ്യിൽ നിന്ന് അൾട്രാബെറിയൊക്കെ മേടിച്ച പിന്നെ ഒത്തിരി പേരുണ്ട്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ ചെല്ലുമ്പോൾ കാലിലൊക്കെ നല്ല നീരായിരുന്നു. അദ്ദേഹമൊക്കെ എന്തൊരു സന്തോഷത്തിലായിരുന്നു. ഇപ്പൊ അദ്ദേഹം വാക്കറില്ലാതെ നടന്നു തുടങ്ങും. മറ്റേ വാക്കറിൽ പോലും നടക്കാനൊക്കാത്ത ഒരു അവസ്ഥയിലിരുന്ന ഒരു വ്യക്തിയാണ്. അവരൊന്നും ബിസിനസ്സിനകത്തോട്ട് വന്നിട്ടില്ല. ചിലപ്പോൾ മിക്കവാറും ഈ മീറ്റിംഗ് കാണും. മിക്കവാറും മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് ഇടയ്ക്ക് വെച്ച് എന്നെ വിളിക്കും. പിന്നെ എനിക്ക് മധുരയിലുള്ള എൻ്റെ ഒരു ആത്മബന്ധുവാണ്. അത് ഒരു പ്രോഡക്റ്റ് ഇപ്പം മേടിച്ചതേ ഉള്ളൂ. പക്ഷെ 30 ദിവസം കൊണ്ട് ഈ മീറ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാം കേട്ട് ഇതിന്റെ ഏകദേശം അറിവുകൾ എന്നെങ്കായും പറയത്തക്ക രീതിയിലുള്ള അറിവുകൾ നേടിക്കൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളവരാണ് ഈ ബിസിനസ് വരേണ്ടത്. ഇതിനെക്കുറിച്ച് ചാടി ഇറങ്ങി ബിസിനസ് ഇറങ്ങാതെ ഇതെന്താണെന്ന് പിന്നെ മനസ്സിലാക്കി ഇത് ഉപയോഗിച്ച് നമ്മുടെ ഹൃദയം കൊണ്ട് ഇത് ഒരാളോട് പറയാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ ഇത് വിജയിക്കൂ. നമ്മുടെ ഹൃദയം കൊണ്ട് പറയുമ്പോൾ ഒരാൾക്ക് മനസ്സിലാവും. ചില ഹൃദയങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ തടിയുടെ എന്ന് പറയുമ്പോൾ ഒരു കട്ടള എന്നിൽ വരുമ്പോൾ ചിലപ്പോൾ 1 ലക്ഷം, ചിലപ്പോൾ 1.5 ലക്ഷം രൂപയുടെ ഓർഡറാണ്. പക്ഷെ ഞാൻ അതിനേക്കായും പ്രധാനം ഞാൻ വരുമ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ഇതിന്റെ ഒരു പ്രവർത്തനം പറഞ്ഞതിന് ശേഷം ഞാൻ തടിയുടെ കാര്യം എന്തുവാ വന്നേന്ന് പോലും ചോദിക്കും. എനിക്കിപ്പോ അത്ര ഹരമാണ്. എനിക്ക് പിന്നെ വിശ്വാസം എനിക്കിതാണ്. പക്ഷെ എനിക്ക് ഞാൻ 20 വർഷമായി തടിയുടെ ബിസിനസ് തുടങ്ങി. ഞാൻ ഇന്ന് വരെ എനിക്കൊരു കംപ്ലൈന്റ് വന്നിട്ടില്ല. ഞാനൊരു നൂലിന്റെ വെള്ളയോ കേടോ വെച്ച് ഒരു സാധനവും ആർക്കും പണിഞ്ഞു കൊടുക്കില്ല. അതുകൊണ്ട് എനിക്കൊരു പേരുദോഷമില്ല. എനിക്ക് 10 ഗുരു പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, നമുക്ക് ഇപ്പം നിൽക്കുന്ന ലെവലിൽ നിന്നാലും മതി, മേപ്പോട്ട് പോയില്ലേനും വേണ്ടിയാണ് താപ്പോട്ട് പോകരുത്. അതുപോലെ തന്നെ നമുക്ക് 10 പൈസ നമ്മുടെ മക്കൾക്ക് വേണ്ടി കിട്ടിയാൽ അത് നന്മയുള്ള പൈസയാണെങ്കിൽ മാത്രമേ തലമുറയ്ക്ക് ഉതകൂ. നിങ്ങൾ ഓരോരുത്തരെയും എടുത്ത് നോക്കിയാൽ വലിയ വലിയ കോടീശ്വരന്മാരും വലിയ വലിയ ആൾക്കാരെല്ലാം ഇപ്പൊ താഴോട്ട് പോവുക. കാരണം നമ്മൾ നന്മയില്ലാത്ത കർമ്മങ്ങൾ ചെയ്താൽ പൈസ ഉണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല. നമുക്ക് ഉള്ള പൈസ അത് ദൈവീയതയും സത്യസന്ധതയും ഉള്ളെങ്കിൽ മാത്രമേ നമ്മുടെ തലമുറയ്ക്ക് അത് ഉതകൂ. നമ്മളെല്ലാവരും ഇതിനകത്ത് കിട്ടുന്ന ഓരോ രൂപയും നന്മയുള്ള ഈശ്വരാനുഗ്രഹമുള്ള പൈസയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് ഒക്കെ ഇത് മേടിച്ചു കൊടുക്കണം. ഈ ബെഡ്ഷീറ്റ് ഇട്ട് കൊടുക്കണം. ഈ നമ്മുടെ മാട്രസ് പാഡ് എല്ലാവർക്കും, വീട്ടിലുള്ള എല്ലാവർക്കും മേടിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടറിലെ മൊബൈലിലൊക്കെ എപ്പോഴും ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് ഈ കസേരയിലിരുന്ന കുഷ്യനുണ്ട്, അതൊക്കെ മേടിച്ചു കൊടുക്കണം. നടുവേദന ഉണ്ടാവത്തില്ല, പൈൽസ് ഉണ്ടാവത്തില്ല, എപ്പോഴും ബ്ലഡ് സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കും. മക്കൾ ഇപ്പം ബെഡ് ഉപയോഗിക്കാത്തവരായ പോലും എപ്പോഴും ഫുൾ ടൈം ഒക്കെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ കൃത്യമായിട്ട് ചെയറിന്റെ കുഷ്യൻ
അത് വളരെ ഗംഭീരമായിട്ടുള്ള പ്രോഡക്റ്റാണ്. ഞാൻ എൻ്റെ മോൻ ആർക്കിടെക്റ്റ് ആയതുകൊണ്ട് അവൻ ചിലപ്പോൾ 2 മണി വരെ 3 മണിക്കൊക്കെ കിടക്കുന്നത്. ഇപ്പൊ അവന് ഞാൻ ഇതിന്റെ കുഷ ഇട്ട് കൊടുത്തതിന് ശേഷം അവൻ പറയും, അച്ഛാ എനിക്ക് നല്ല വ്യത്യാസം, എനിക്ക് രാത്രി ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു അസ്വസ്ഥതയില്ലെന്ന്. അന്നേരം അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യാവുന്ന പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ 20 ലിറ്റർ, നിങ്ങൾ എല്ലാവരും 20 ലിറ്ററിന്റെ ജാറിന്റെ മേടിച്ചിട്ട് വീട്ടിൽ 20 ലിറ്ററിന്റെ ജാറ് വെച്ചിട്ട് രാവിലെ പച്ചക്കറി കഴുകാനും അരി കഴുകാനും അങ്ങനെയുള്ള ഇതെല്ലാം കഴുകാനും ഫ്രൂട്ട്സ് കഴുകാനും ഒക്കെ ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു ഇതാണ്. ഇതൊക്കെ എല്ലാവരും മേടിക്കണം. നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ എന്തോ, ഇനി എത്ര പൈസ ഉണ്ടായിട്ട് കാര്യം എന്തുവാ? നമ്മൾ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ മേടിച്ച് നമ്മൾ സ്വയം മേടിച്ച് ഉപയോഗിച്ച് അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആളുകളോട് ഇത് പറയാൻ. അതുകൊണ്ട് പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഇത് ആരും ഈ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റും ഈ പ്രോജക്റ്റും ദൈവീയതയുള്ള സത്യസന്ധതയുള്ള ഒരു പ്രോഡക്റ്റാണ്. അത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സിനെ കുറിച്ച് സാർ വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മുന്നോട്ടുള്ള പാതയിൽ ഇത് നമുക്ക് വളരെയേറെ പ്രയോജനപ്പെടും. ഈ ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സിനെ പറ്റി ഇത്രയും നന്നായി വിശദീകരിച്ചു തന്ന ശ്രീകുമാർ സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സൂം മീറ്റിംഗിലെ പ്രധാന സെക്ഷനായ കൺക്ലൂഡിംഗ് സെക്ഷനിലേക്ക് കടക്കാം.